ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അനഘ. ഞാൻ കുറച്ച് നാളായിട്ട് ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്. ഞാൻ വീഡിയോസ് ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഇൻറ്ററാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ അടുത്തും പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ ആരുടെയെങ്കിലും അടുത്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും, എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാം, നിങ്ങൾക്ക് എനിക്ക് മെയിൽ അയക്കാം. അപ്പോൾ ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ മെയിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ റാൻഡമായിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടോപ്പിക്സിനെ പറ്റി സംസാരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു മെയിൽ വന്നു. ഞാൻ ആ മെയിൽ കണ്ടപ്പോൾ അതിശയിച്ച് പോയി. വളരെ വലിയൊരു മെയിലായിരുന്നു. അതെന്നെ വിശ്വസിച്ച് എനിക്ക് അയച്ച ആൾക്ക് നന്ദി. ഞാൻ ആ മെയിലൊന്ന് വായിക്കാം. ഹോപ്പ് യു ആർ ഫൈൻ. ഐ റീസെൻ്റ്ലി കെയിം അക്രോസ് യുവർ ചാനൽ ആൻഡ് ഐ വാസ് ജെന്യുവൻലി ഇംപ്രസ്ഡ് ബൈ യുവർ നരേഷൻ സ്റ്റൈൽ ആൻഡ് യുവർ ചോയ്സ് ഓഫ് ടോപ്പിക്. വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ദ ഇനീഷ്യേറ്റീവ് യു ഹാവ് ടേക്കൺ ടു ഷെയർ സ്റ്റോറീസ് ദാറ്റ് മെനി പീപ്പിൾ സൈലൻ്റ്ലി ക്യാരി ഇൻസൈഡ് ദെം ഇസ് ട്രൂലി മീനിങ്. നമ്മളിങ്ങനെ എടുത്ത ഒരു ഉദ്യമം ആർക്കെങ്കിലും ഒരാൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പീപ്പിൾ ലൈക്ക് മീ ഓഫൻ cannot open up to anyone. We fear being judged, misunderstood or taken lightly. That's why your platform felt like a safe place. അപ്പോൾ നിങ്ങൾക്കിതൊരു സേഫ് പ്ലേസ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റിയെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. I'm not sharing this to seek a permanent solution. I just wanted someone to hear it without dismissing it. Okay. I don't know if what I'm facing is a transition from a normal life to a responsible adult life or something deeper. All I know is that I don't want to continue living like this. I want a transformation. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഈ ഇമെയിൽ മുന്നേ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ പലരും ഈ ഏജിൽ കൂടെ പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നേക്കാൾ ഒരിത്തിരി താഴെയോ അല്ലെങ്കിൽ ഇത്രയും കൂടി മൂത്ത ആൾക്കാർ, ഒരു 25+ ഉള്ളൊരു ഏജിൽ കൂടെ പോകുന്നവർ, അവർക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണിത്. പെട്ടെന്നൊരു അഡൾട്ട്ഹുഡ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ലൈഫിലേക്ക് മാറുക എന്നുള്ളത്. അതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. Over the last year, I've been going through a kind of burnout that didn't just drain my energy, it slowly erased me. There was no breakdown, no big event, no dramatic moment. It happened quietly, almost invisibly. I kept functioning, I kept smiling. ഇത് നമുക്കൊക്കെ ഉണ്ടാവുന്ന പ്രശ്നമാണ്. I kept finishing my task. I keep being the strong one. നമ്മൾ പുറമേക്ക് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യും, എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കും. ഞാനാണ് ഇത് ചെയ്യേണ്ട ആൾ എന്നുള്ള പോലെ എല്ലാം ചെയ്യും. വളരെ ചിരിച്ച് സന്തോഷിച്ച് എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. പക്ഷേ നമുക്ക് തന്നെ അറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഹാപ്പി അല്ല, അല്ലെങ്കിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ബട്ട് ഇൻസൈഡ് ഐ കുഡ് ഫീൽ സംതിങ് സ്ലിപ്പിംഗ് അവേ ലിറ്റിൽ ബൈ ലിറ്റിൽ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്നർ ചൈൽഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. It began with small things. I stopped enjoying the hobbies that once made me feel alive. Music became background noise instead of comfort. Weekends felt like recovery time rather than living. എനിക്ക് തോന്നുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇത് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. കാരണം നമ്മൾ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ജോലിയിലേക്കൊക്കെ കടക്കുമ്പോൾ അതുവരെ ഇല്ലാത്ത എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ തലയിൽ വരികയാണ്. നമ്മുടെ വീടിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഇനിയിപ്പോൾ എന്തെങ്കിലും കട ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, നമ്മൾ പഠിച്ചതിൻ്റെ കട ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, പിന്നെ പെട്ടെന്ന് ജോലിക്ക് പോയി തുടങ്ങുകയാണ്. എല്ലാ റെസ്പോൺസിബിലിറ്റീസും നമ്മുടെ തലയിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോഴേക്കും ഭയങ്കര ഒരു പ്രഷറാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നു, അത് കഴിയുമ്പോഴേക്കും കുട്ടിയായില്ലേ എന്നുള്ള പ്രഷർ, കുട്ടി ഉണ്ടാക്കണം, പിന്നെ അതിനെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങണു. അപ്പോൾ ഒരു ഭയങ്കര മെക്കാനിക്കലായിട്ടൊരു ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചില്ല് ചെയ്ത് നടക്കേണ്ടായിരുന്ന ആൾക്കാർ ഒരു മെക്കാനിക്കൽ ലൈഫിലേക്ക് പെട്ടെന്ന് കടക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഇദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. At first I thought it was just stress until one night changed everything. I found an old folder of photos on my phone, pictures of myself from a few years ago. What shocked me wasn't how I looked, but how I felt in those photos. There was light in my eyes, curiosity, presence, a spark. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിലുള്ള കുട്ടീനെ അങ്ങോട്ട് വിട്ട് കളഞ്ഞു, നമ്മൾ പെട്ടെന്നൊരു അഡൾട്ടായി മാറി. And I realized I couldn't remember the last time I felt even a fraction of that. നമ്മളല്ലാണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു മെക്കാനിക്കൽ ലിവിങ്. I wasn't just tired, I wasn't just overworked, I was slowly losing my identity without even noticing. The hardest part is how normal I appear to everyone around me. Nobody sees anything wrong. Nobody knows I am struggling. Because on the other side, I am still the responsible one who manages everything, who never cracks, who always holds it together. നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് എത്ര സമയം കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ മെൻ്റൽ പീസും നിങ്ങൾ ആരാണെന്നുള്ളതും. Inside,
I looked like a faded photograph of who I used to be. I'm sharing this because I know many people experience this silent kind of burnout. വളരെയധികം സത്യമാണ്. The kind where you don't collapse, you just slowly disappear and nobody seems to talk about it. This experience could be meaningful for your episode. Please share it. Maybe someone out there needs to hear that they are not alone. Thank you once again for keeping my identity private. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ആരാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഞാനും അല്ലെങ്കിൽ എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്നേലും കുറച്ചും കൂടി പ്രായം കൂടിയവരോ കുറഞ്ഞവരോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഇതൊരു റിയാലിറ്റിയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാനായിട്ട് പറ്റില്ല. വൺസ് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അഡൾട്ട്ഹുഡ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഫേസ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. നമുക്കത് എങ്ങനെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാമെന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുക, നമ്മുടെ കോളേജ് ഡേയ്സിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഈശ്വര എന്ത് രസമായിരുന്നു, നമുക്കത് തിരിച്ച് കിട്ടിയിരുന്നെങ്കിലോ എന്ന്. അതെന്തായാലും തിരിച്ച് കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഒരു കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ വിളിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിക്കാം. നിങ്ങൾ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുക. നിങ്ങൾ അവരെ വിളിച്ചിട്ട് പറയാം, നമുക്കിങ്ങനെ ഒരു റെഗുലർ മീറ്റപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് വീഡിയോ കോൾ ചെയ്യാം. ഒരു സൺഡേ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സൺഡേസ് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടൊരു വീഡിയോ കോൾ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിറ്റിയിൽ തന്നെയുള്ള, ഇപ്പോൾ കുറേ പേരൊക്കെ ദുബായിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂർ, അങ്ങനത്തെ സിറ്റീസിലൊക്കെ കുറേ പേരൊക്കെ ഒന്നിച്ചുണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ചെറിയ മീറ്റപ്പ് ചെയ്യാം. ഇങ്ങനത്തെ മീറ്റപ്സൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു ഫ്രഷ്നെസ് കിട്ടും. നമുക്ക് ആ ഒരു പഴയ വൈബിലേക്ക് പോകാൻ തോന്നും. പിന്നെ ഒരാഴ്ച 2 ആഴ്ചത്തേക്ക് പോകാനുള്ളൊരു ഫ്യൂവൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ വേറെ ആരും ഇനീഷ്യേറ്റീവ് എടുക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് നോക്കൂ. അതുപോലെ ചെറിയ ചെറിയ ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്യുക ഫ്രണ്ട്സിൻ്റെ കൂടെ. ഇനിയിപ്പോൾ അവർക്ക് ഫാമിലീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടി കൂട്ടിയിട്ട് ചെറിയ ട്രിപ്സ് പ്ലാൻ ചെയ്യുക. നിങ്ങളൊരു ബാച്ചിലർ ലൈഫിൽ കിട്ടിയ ഒരു എൻജോയ്മെൻറ്റ് ചിലപ്പോൾ ആ ട്രിപ്പിൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ഒന്നും ചെയ്യാണ്ടിരിക്കണേലും കുറച്ചും കൂടി നല്ലതായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സാർ ഉണ്ടായിരുന്നു. എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു സാറായിരുന്നു. അപ്പോൾ ആൾ 1988 കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയതാണ്. ആൾ പറയുമായിരുന്നു, എല്ലാ കൊല്ലവും ഇവർ മീറ്റപ്പ് നടത്തും. ഒരു വർഷം കോളേജിൽ വെച്ചിട്ട് മീറ്റപ്പ് നടത്തും. അത് ഇപ്പം എല്ലാവരും വളരെ ഈ സാറിനെ വളരെ ഫേമസ് ആയിട്ടൊരു സാറാണ്. അങ്ങനെ എല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരാണ്. പക്ഷേ എന്തുണ്ടായാലും കൊല്ലത്തിലൊരിക്കൽ ഇവർ ക്ലാസ്മേറ്റ്സ് ഒക്കെ കൂടിയിട്ട് ഒരു മീറ്റപ്പ് കോളേജിൽ വെച്ചിട്ട് എപ്പോഴും നടത്താറുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ജനറേഷന് അത്രയും ഒരു എഫേർട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ജനറേഷന് എന്തായാലും അത് പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്കൊരു റെഗുലർ ബേസിസിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെസ്സോ അല്ലെങ്കിൽ ഒരു ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ ക്രിക്കറ്റ്, ഏതാണ് നിങ്ങൾക്ക് പറ്റുക. ഇപ്പോൾ പുറത്തൊന്നും പോകാനുള്ളൊരു അവസ്ഥയില്ല എന്നുണ്ടെങ്കിൽ ചെസ്സോ അല്ലെങ്കിൽ ക്യാരം ബോർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊളീഗ്സ് ആണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കൊളീഗ്സിനെ വിളിക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്യുക. ഏതൊരു സ്ഥലത്താണ് പറ്റുക. ചിലപ്പോൾ ഒരു കഫേയിൽ ഇരുന്നിട്ടായിരിക്കും പറ്റുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പറ്റുമായിരിക്കും. അങ്ങനെ എല്ലാ ദിവസമോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ അല്ലെങ്കിൽ ഒരു വീക്കെൻഡിലോ കുറച്ചൊരു സമയം ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ നമ്മുടെ മൈൻഡിനും നമ്മുടെ ബോഡീനെയും ഒക്കെ കുറച്ചൊന്ന് ആക്റ്റീവ് ആക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സൈഡിൽ നമ്മളിങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ഇങ്ങനെ കയറി വരുമ്പോൾ മറ്റൊരു സൈഡിൽ നമ്മൾ ഒന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഫുൾ ബേർഡൻ ആയിട്ടും റെസ്പോൺസിബിലിറ്റീസ് മാത്രമായിട്ടും മാറും. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഉള്ള പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേറൊരു എക്സാമ്പിളാണ് റീഡിങ് ബുക്സ്. നമ്മൾ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റീൽസും കണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ബേൺ ഔട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ നമ്മളൊരു ബുക്കൊക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് മൈൻഡ് കാം ചെയ്യാനും പീസ്ഫുൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിപ്പോൾ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥ എന്ന് പറയുന്ന ബുക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് ജോണറാണോ ആ ഒരു ജോണറിലെ ബുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പണ്ടൊക്കെ കുറേ ബുക്ക് വായിച്ചിരുന്ന ആളാണ്. പക്ഷേ ഒരിടയ്ക്ക് ബുക്ക് വായനയൊക്കെ നിന്നു. ഇപ്പോൾ പിന്നെയും ബാക്ക് ടു അതിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് വളരെയധികം ഒരു സന്തോഷവും പീസ്ഫുൾനെസ്സും തോന്നും അങ്ങനത്തെ ആക്ടിവിറ്റീസിലേക്ക് പോകുമ്പോൾ. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏതെങ്കിലും ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അത് നിങ്ങൾക്ക് ജോലിക്ക് പ്രൊമോഷൻ തരുന്നതോ അങ്ങനത്തെ ഒരു സ്കില്ലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊരു ഹാപ്പിനെസ് തരുന്ന പോലത്തെ സ്കില്ല്. മേ ബി ചെറുപ്പത്തിൽ തൊട്ടേ എനിക്ക് ഗിറ്റാർ പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പഠിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ലേറ്റ് അല്ല, നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ പഠിച്ചു തുടങ്ങിക്കോളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ പെയിൻറ്റിങ് പഠിക്കാനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്കില്ല്. അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രഷർ ഇല്ലാണ്ട് എനിക്കിത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എനിക്കിത് എൻ്റെ ജോലിക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കുള്ളൂ, അങ്ങനത്തെ ഒരു പ്രഷർ ഇല്ലാണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം
സന്തോഷം കിട്ടും. അങ്ങനത്തെ ഒരു സ്കില്ല് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് പഠിക്കുക. കാരണം ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്, കുട്ടികളുടെ മനസ്സൊക്കെ കണ്ടിട്ടില്ലേ, അവർ മെൻ്റലി കുറച്ചും കൂടി അടിപൊളിയാണ്. കാരണം എന്താ, അവർ കോൺസ്റ്റൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ പഠിപ്പൊക്കെ നിന്നു, പിന്നെ നമ്മൾ ഫുൾ ജോലിയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടിയും അത്ര വർക്ക് ചെയ്യുന്നത് കുറയും. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചെറിയൊരു സ്കില്ല് പഠിക്കുന്നത് നമുക്ക് വളരെയധികം സന്തോഷം തരും, ഒരു എൻതൂസിയാസം തരും. എനിക്കിത് ഇന്ന് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എനിക്കിത് നെക്സ്റ്റ് ലെവൽ ക്രോസ് ചെയ്യാൻ പറ്റി. വേറെ നമുക്കൊരു ബേർഡൻ ഇല്ല, നമുക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ആ ഒരു പേസിനനുസരിച്ച് അത് പഠിക്കാൻ പറ്റുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും. നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ ആ ഒരു ഇന്നർ ചൈൽഡ് മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ബേൺ ഔട്ടായിട്ടും ഭയങ്കര ഒരു എക്സോസ്റ്റിംഗ് ആയിട്ടും തോന്നുക. നമ്മൾ എപ്പോഴും ആ ഒരു കുട്ടീനെ സന്തോഷിപ്പിച്ച് ആ ഒരു കുട്ടീനെ കുട്ടിയായിട്ട് തന്നെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്കൂളിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കോളേജിലായിരുന്നപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്, അയ്യോ എനിക്ക് എന്തോരം പഠിക്കാനുള്ളത്, എന്തോരം എക്സാംസ് ആണുള്ളത്, ഇതൊക്കെ എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടിയാൽ മതി, എങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് കാശുണ്ടാവും, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു ഫേസിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ സ്കൂൾ ഡേയ്സും കോളേജ് ഡേയ്സും ആയിരുന്നു ഏറ്റവും അടിപൊളി എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് നമുക്കത് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. ഇനി നമ്മളൊരു 50 വയസ്സും 60 വയസ്സൊക്കെ ആകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും, എൻ്റെ 30 വയസ്സും 35 വയസ്സൊക്കെ എന്ത് അടിപൊളിയായിരുന്നു, എൻ്റെ കയ്യിൽ ആരോഗ്യം ഉണ്ടായിരുന്നു, അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും എന്തുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്തില്ല എന്ന് ആലോചിച്ച് വിഷമിക്കരുത്. അപ്പോൾ ഈ ഒരു പ്രായം എന്ന് പറയുന്നതും വളരെയധികം പ്രഷ്യസ് ആണ്. നമ്മുടെ കോളേജ് ഡേയ്സോ സ്കൂൾ ഡേയ്സോ പോയി അത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തീർന്നു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ തന്നെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫിൻ്റെ ഫേസാണ്. അതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് ആരുടെ അടുത്തും പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അത് ആരുടെയെങ്കിലും അടുത്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് മെയിൽ അയക്കും. അതുപോലെ നമുക്ക് ആ വിഷയങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം അറിയിക്കൂ. താങ്ക്